നമുക്ക് ദേശി ടെസറിന്റെ ബേസ് കളറിൽ ഡിഫറെൻറ്റ് പാറ്റേൺസിൽ വന്നിരിക്കുന്ന സാരീസിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഏത് ഒക്കേഷനിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കളറുമാണ്, അങ്ങനത്തെ ഡിസൈനിൽ വരുന്ന സാരീസുമാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമുക്ക് നമ്മുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ഉണ്ട്. ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. ainsboutique.com ആണ് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക്, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ദേശി ടെസറിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്ന്. ഫസ്റ്റ് വരുന്നത് നമുക്ക് ദേശി ടെസറിൻ്റെ ബേസ് കളറിലാണ് വന്നിരിക്കുന്നത്. ബേസ് കളറിൽ ഇത് ക്രീം എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ബേജ് എന്നും പറയാൻ പറ്റില്ല. ദേശി ടെസറിൻ്റെ ബേസ് കളർ എല്ലാവർക്കും അറിയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനകത്ത് ഒരു പേസ്റ്റൽ ഗ്രീനിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്കാണ് അതിൻ്റെ ബോഡിയിൽ, രണ്ട് ബോർഡറിലും ബോഡിയിലും വന്നിരിക്കുന്നത്. മുന്താണി വരുമ്പോൾ ഇതേപോലെയാണ് അതിൻ്റെ എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. 8750 റേഞ്ചിൽ വരുന്ന സാരീസാണ്. ഇതിൻ്റെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇതേപോലെ ലോവർ പോർഷനിലാണ് ഈ വർക്ക് വരുന്നത്. എല്ലാ എംബ്രോയിഡറി സാരീസിനും വരുന്ന പോലെ തന്നെ ഇതിൻ്റെയും അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡ് ഇതേപോലെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് ബ്ലൗസിൻ്റെ സ്ലീവിൽ കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സാരി. അപ്പോൾ ഈ സാരീസൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. ainsboutique.com ആണ് നമ്മുടെ വെബ്സൈറ്റ് ലിങ്ക്, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഈ സാരീസിൻ്റെയൊക്കെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ടസർ സാരീസ് ആകുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു വേർത്താണ്. കാരണം നമുക്കിപ്പോൾ ഒരു ഈ റേറ്റിൻ്റെ സാരി വാങ്ങിച്ചാൽ നമുക്ക് അലമാരിയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഏത് ഒക്കേഷനിലും ഉപയോഗിക്കാവുന്ന ഒരു സാരിയാണ്. കല്യാണത്തിനോ എൻഗേജ്മെൻറ്റിനോ മനസ്സമ്മതം അല്ലാതെ ഇപ്പം ജസ്റ്റ് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഉടുക്കണമെങ്കിൽ അങ്ങനെ ഉടുക്കാം. കണ്ട, ഇതും ഒരു പേസ്റ്റൽ ഗ്രീൻ ടോണിലാണ്. ഇത് ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വരും. മുന്താണിയിലും ഇതുപോലെ എംബ്രോയിഡറി വർക്ക് വരും. ഇതും സെയിം പാറ്റേൺ തന്നെയാണ്. നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ലോവർ പോർഷനിലാണ് വർക്ക് വരുന്നത്. സ്ലീവ് എൻഡിൽ ഇതേപോലെ ഒരു എംബ്രോയിഡറി വർക്കും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് സ്ലീവ് എൻഡിലെ എംബ്രോയിഡറി വർക്ക്. 8750. അടുത്തത് വരുന്ന വേറൊരു പാറ്റേൺ, ഇതും ടെസറിൻ്റെ ബേസ് കളർ തന്നെയാണ്. ഇതിൻ്റെ കണ്ടോ, ബോർഡർ വരുമ്പോൾ ബോഡിയിൽ സെൽഫ് ത്രെഡ് തന്നെ വെച്ചിട്ടുള്ള എംബ്രോയിഡറി വർക്ക് വരും. അതേപോലെ ബോർഡർ വരുമ്പോൾ ഇതിനൊരു മസ്റ്റർഡ് യെല്ലോ ടോണിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്ക്, ഒരു കോൺട്രാസ്റ്റ് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുന്താണിയിലും ആ ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെയും ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ ഈ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ നമ്മൾ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ലോവർ ഹാഫിലാണ് വർക്ക് വരുന്നത്. 8750. അടുത്തത് വരുന്ന അതിൻ്റെ തന്നെ ഒരു പർപ്പിൾ ടോൺ, സെയിം പാറ്റേണിൽ തന്നെ ഒരു ലാവൻഡർ പർപ്പിൾ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി. ഈ കളറൊക്കെ നമുക്ക് എല്ലാം ഒക്കേഷനും ഉപയോഗിക്കാൻ മേലെ, നമുക്ക് വേണമെങ്കിൽ അല്ലേ, കല്യാണത്തിനും എൻഗേജ്മെൻറ്റിന്, റിസപ്ഷന്, മാമോദീസ, ഹോളി കമ്മ്യൂണിയൻ. അടുത്തത് വരുന്നത് ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് വരും. ഇത് അല്പം കൂടെ ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. ഇതിന് 2 ബോർഡേഴ്സും വന്നിട്ടുണ്ട്. ത്രെഡ് വീവിൽ വന്നിരിക്കുന്ന 2 ബോർഡേഴ്സും വന്നിട്ടുണ്ട്. ഇതിൻ്റെ മുന്താണിയും ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെയാട്ടോ വന്നിരിക്കുന്നത്. ഇതാണ് ഫുൾ ബോഡി ഇങ്ങനെ വരും. ഇതും അതുപോലെ തന്നെ പ്ലീറ്റ് എടുക്കുന്ന ഭാഗത്ത് ലോവർ പോർഷനിലാണ് വർക്ക് വരുന്നത്. അടുത്തത് വരുന്നത് നമുക്ക് വേറൊരു പാറ്റേൺ ആണ്. ഇതും ഓൾ ഓവർ ദ ബോഡിയിൽ ഇതേപോലെ ഒരു സെൽഫ് ത്രെഡ് വെച്ചിട്ടുള്ള എംബ്രോയിഡറി ഉണ്ട്. അതുകൂടാതെ ഒരു ലാവൻഡർ പർപ്പിൾ ടോണിൽ ക്രോസ് സ്റ്റിച്ച് എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ ഈ ഒരു വർക്ക് വരും. വർക്ക് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ, എല്ലാം സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ. അടുത്തത് വരുന്ന ഓൾ ഓവർ ദ ബോഡി ആ സെൽഫ് ത്രെഡ് വെച്ചിട്ട് തന്നെയുള്ള എംബ്രോയിഡറി വർക്ക്. ഇങ്ങനെ തന്നെയാണ് അതിനകത്ത് എംബ്രോയിഡറി വർക്ക് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ ഇതാണ് വർക്ക് കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ, ഇങ്ങനെയാണ് വർക്ക്. പേളിൻ്റെ സെറ്റൊക്കെ ഇട്ട് ഇത് പെയർ ചെയ്താൽ മതി, നല്ല അടിപൊളിയായിരിക്കും. അടുത്തത് വരുന്നത് ഇതാണ് ഡിസൈൻ.
ഇതിൻ്റെ ബേസ് കളർ ഉണ്ടല്ലോ, ചില ഇങ്ങനെ ചെറിയ ചെറിയ ലൈറ്റ് ആൻഡ് ഡാർക്ക് വേരിയേഷൻസ് വരും. അത് നമ്മുടെ ഒരു ക്ലൈമറ്റ്, അതായത് നമുക്ക് ആ സിൽക്ക് കൊക്കൂൺ എടുക്കുമ്പോൾ ഒരു ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ചായിരിക്കും അതിനകത്ത് ആ ചേഞ്ചസ് വരുന്നത് കേട്ടോ. എല്ലാം ബേസ് കളർ ഒന്ന് തന്നെയാണ്. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ സാരീസിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നേ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.